നമ്മളോട് നിന്നുള്ള ഏറ്റവും പുതിയ അമേസാണ്. അമേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2013 നമ്മൾ ഇന്ത്യയിൽ അമേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 3ാമത്തെ ജനറേഷനാണ് വണ്ടി വന്നേക്കുന്നത്. അതുപോലെ തന്നെ അമേസ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുള്ള വണ്ടിയാണ്. എന്താ പറയുക, നമ്മളൊരു ഫ്രണ്ട് ഈ ഇടയ്ക്ക് ഒരു പുതിയ വണ്ടി എടുക്കാൻ നേരത്ത് വിളിച്ച് ചോദിച്ച് ഏത് വണ്ടി എടുക്കണമെന്ന് ചോദിച്ച്, അന്നേരം പുള്ളി പറഞ്ഞ് എനിക്ക് സേഫ്റ്റി ഉള്ളൊരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നീ ഏതെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം പുള്ളി ഇങ്ങനെ 2-3 വണ്ടി പറഞ്ഞ് അതിൻ്റെ അകത്തൊന്ന് അമേസാണ്. പുള്ളി അവസാനം അമേസ് തന്നെ എടുത്തത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഇനി നമ്മളെ വീഡിയോയിലോട്ട് സാധാരണ നമ്മൾ വീഡിയോയിലോട്ട് അല്ലെ ഹോണ്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഇന്ത്യയിൽ 3 വണ്ടികളാണ് ഇവർക്കുള്ളത്. ഫസ്റ്റ് ഹോണ്ട അമേസ്, പിന്നെ ഹോണ്ട സിറ്റി, എലവേറ്റ്. 3 വണ്ടിയും നല്ല വണ്ടികളാണ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് റോട്ടിൽ അതുപോലെ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വണ്ടി റോട്ടിൽ കാണുന്നുണ്ട്. പിന്നെ അമേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 2013 തൊട്ട് ഇന്ന് വരെ എടുക്കുകയാണെങ്കിൽ 6 ലക്ഷം യൂണിറ്റാണ് ഇന്ത്യ വിറ്റേക്കുന്നത്. അതായത് ഈ സെഗ്മെൻറ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നൊരു വണ്ടിയാണ്. ഇനി വണ്ടിയുടെ വിശേഷത്തിലോട്ട് വരാം. പുതിയ അമേസിലോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന വണ്ടിയുടെ അഡാസ് ഫീച്ചറാണ്. ഓട്ടോ ബ്രേക്കിങ് കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് അഡാസ്. കാരണം നമ്മളെ റോഡും കാര്യങ്ങളും വണ്ടിയെല്ലാം അതുപോലെ കൂടിയിട്ടുണ്ട്. ബ്രേക്കിങ്ങും കാര്യങ്ങളും എല്ലാം പക്കയാണ്. ഓട്ടോ ബ്രേക്കിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് അഡാസ് വന്നേക്കുന്നത്. പിന്നെ അടുത്ത് നമ്മളെ ഗ്ലാസ് ഏരിയ പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയ ആയിട്ടാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കാണേലും ഇപ്പം സ്ത്രീകൾക്കാണേലും ഇപ്പം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ള് വിസിബിലിറ്റി കിട്ടും. ബോണറ്റ് വരെയും വിസിബിലിറ്റി കിട്ടും. അതൊരു വലിയൊരു കാര്യമാണ്. അടുത്ത ബോണറ്റിലോട്ട് വരുമ്പം ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തേക്കാൾ നല്ല ലുക്കായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നുള്ള നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. അടുത്ത ഏറ്റവും എടുത്തു പറയുന്ന വണ്ടിയുടെ ഈ ക്രോം ലൈനാണ്. അത് ഏറ്റവും നല്ല മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുള്ള ഈ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. നമ്മളെ ഹെഡ്ലൈറ്റിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ്, ഒരു കണക്റ്റിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, നേരത്തേക്കാളും ഒക്കെ അധികമായിട്ടൊന്നും ക്രോമിൻ്റെ അധികമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബൾബാണ്. ഹെഡ്ലൈറ്റ് വരുമ്പം LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതേ തന്നെ DRലും വരുന്നുണ്ട്. DRൽ വിത്ത് ടേൺ ഇൻഡിക്കേറ്റർ കേട്ടോ. എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഇതായിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്ന് ഡിമ്മും ഒന്ന് ബ്രൈറ്റുമായിട്ടാണ് ലൈറ്റ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഈ വണ്ടി കാണുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വണ്ടിയുടെ ഗ്രില്ല്. നമ്മൾ ഈ വണ്ടി പെട്ടെന്ന് ഒന്ന് ഇഷ്ടപ്പെടുന്ന ഈ ഗ്രില്ലിൻ്റെ ഇതാണ്. അതിൻ്റെ അകത്ത് നടുക്കുന്ന ഹോണ്ട എന്നൊരു എംബ്ലം വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും പുതിയ മോഡലാണ് ഗ്രില്ല് വന്നേക്കുന്നത്. പക്ക എന്താ പറയുക, ഒരു പ്രൗഢഗംഭീരമായിട്ട് തന്നെ എന്ന് പറയാം. അതുപോലെ ഇത് ഗ്ലോസി ബ്ലാക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അത് നല്ല മനോഹരമായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. ഈ ഗ്ലോസി ബ്ലാക്ക് വന്നതിൻ്റെ പ്രയോജനം എന്ന് കഴിഞ്ഞാൽ ഏത് കളറിനോട് വന്നാലും നന്നായിട്ട് ചേരും. പിന്നെ താഴത്തോട്ട് വന്നാൽ എടുത്തു പറഞ്ഞ വണ്ടിയുടെ ഫോഗ് ലൈറ്റാണ്. LED പ്രൊജക്ടർ ഫോഗ് ലൈറ്റാണ് വരുന്നത്. അതേ തന്നെ നമുക്കൊരു ചെറിയ ഷെയ്ഡും കാണാം, ബ്ലാക്ക്. അത് ക്രോം ആയിട്ടാണ് വന്നേക്കുന്നത്. അത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് വന്നേക്കുന്ന മാറ്റങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് വണ്ടിക്ക് അത്യാവശ്യം വലുപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ വിഡ്ത്ത് വരുന്നത് 1733 അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വിഡ്ത്താണ് വരുന്നത്. ഇതാണ് നമ്മളെ ഹോണ്ടയുടെ എൻജിൻ റൂം വരുന്നത്. എൻജിൻ റൂം തുറന്ന് കാണിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഇപ്പം ഈ സെഗ്മെൻറ്റ് എല്ലാ വണ്ടികളും ഇപ്പം 3 സിലിണ്ടർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അന്നേരം ഹോണ്ട ചെയ്തേക്കുന്നത് വെച്ചാൽ 4 സിലിണ്ടർ VTEC എഞ്ചിനാണ് വന്നേക്കുന്നത്. 90 PS പവറാണ് വണ്ടിക്ക് വരുന്നത്. ടോർക്ക് വരുന്നത് 110 ഇതെടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വണ്ടിക്ക് മൈലേജ് ഓട്ടോമാറ്റിക്കായി പറയുന്നത് 19.46 അതുപോലെ മാനുവലി പറയുന്നത് 18.8 പറയുന്നത്. ഇപ്പം ഈ എഞ്ചിൻ്റെ ഒരു എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നാ പറയുന്നത് ഒരു 3 സിലിണ്ടർ എഞ്ചിനിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണ് നമുക്ക് ഹോണ്ട തരുന്നത്. VTEC എഞ്ചിനാണ്. അതുപോലെ തന്നെ 4 സിലിണ്ടർ എഞ്ചിൻ്റെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വൈബ്രേഷനും കാര്യങ്ങളും നോയ്സും ഒക്കെ കുറവായിരിക്കും. നമുക്ക് ഓടിക്കാൻ നല്ല സുഖമായിരിക്കും. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് വ്യൂയിലോട്ട് വരാം. സൈഡ് വ്യൂയിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയണം നമ്മളെ ഹെഡ്ലൈറ്റ് ബൾബും കാര്യങ്ങളൊക്കെ സൈഡിലോട്ട് ചേർന്ന് വന്നേക്കുന്നത്. അത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ. അവിടെ ചെറിയ ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന വണ്ടിയുടെ അലോയാണ്. ഡയമണ്ട് കട്ട് ക്ലാസിക് അലോയ് വീൽ എന്ന് പറഞ്ഞത് നല്ല മനോഹരമായിട്ട് ഇരിക്കും. നമുക്ക് കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട്. വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ നമ്മളെ ടയർ സൈസ് വരുന്നത് 18-60-15 ടോപ്പ് എൻഡിലെ 18-60-15 വരുന്നുള്ളൂ കേട്ടോ. ബേസ് മോഡലൊക്കെ വരുമ്പോൾ 14 വരുന്നത്. ഇനി നമുക്ക് അടുത്ത വീലോട്ടോ. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എടുത്ത് നമ്മൾ മിററാണ് കേട്ടോ. മിറർ വരുമ്പോൾ ബോഡി കളർ തന്നെ വന്നേക്കുന്നത്. അത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ലൈൻ ക്യാമറയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അമേസ മിറർ വന്നുകൊണ്ടിരുന്നത് മിറർ വന്നുകൊണ്ടിരുന്നത് ഡോറയിലല്ലായിരുന്നു, കുറച്ച് മാറിയായിരുന്നു, ഇവിടെ ആയിട്ടാണ്. ഇപ്പോൾ അത് ഡോറയിലോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്പോർട്ടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം ലുക്കും വരുന്നുണ്ട്. പിന്നെ അടുത്തായി എടുത്ത് പറയേണ്ട വണ്ടിയുടെ
ഹാൻഡിലാണ്, ഡോർ ഹാൻഡിലാണ്. അത് ക്രോം കളറിലാണ് വന്നേക്കുന്നത്. അതും നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ റിക്കറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കീ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ട ഒന്നാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 172 വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരു നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ലെങ്ത് വരുന്നത് 3995 വരുന്നത്. ഇനി വണ്ടിയിലെ ബാക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. മെയിനായിട്ട് എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഷാർപ്പിന് ആൻറ്റിന കേട്ടോ. അത് മറ്റേ ബോഡി കളറിലാണ് വരുന്നത്. അത് നല്ല ഒന്നാന്തരമായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. പിന്നെ താഴത്തോട്ട് വന്നാൽ ഡീഫോഗർ ഉണ്ട് കേട്ടോ. ഡീഫോഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, നമ്മളെ വലിയ മിസ്റ്റ് പിടിക്കാൻ നമുക്ക് നന്നായിട്ട് പോകാൻ ഉപകരിക്കും. പിന്നെ വൈപ്പറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ, അതൊരു ഇതാണ്. പിന്നെ അടുത്തായി നമുക്ക് എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഇതാണ്. ഇത് കണ്ട ഒരു ഇൻറ്റഗ്രേറ്റീവ് സ്പോയിലർ പോലെ ഒന്നും ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ അല്ല കേട്ടോ. അത് വണ്ടിയുടെ ഒരു ബോഡി ലൈൻ ക്യാരക്ടറാണ്. പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഐവിടെക് എഞ്ചിൻ എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് നമ്മളെ LED ബ്രേക്ക് ലൈറ്റ് ആണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് കേട്ടോ വന്നേക്കുന്നത്. ഐക്കോണിക് ഡിസൈൻ രീതിയിലാണ് വന്നേക്കുന്നത്. എന്താ പറയുക, നമുക്ക് വണ്ടിയെ ബോഡി ലൈനിൽ നിന്ന് വന്ന് ഡിക്കിയിലോട്ട് ചേരുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ അടുത്ത എടുത്ത് പറയണ വണ്ടിയുടെ സെൻസറും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി സെൻസറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബമ്പറ വരുമ്പോൾ നമുക്ക് റിഫ്ലക്ടറും കാര്യങ്ങളും പിന്നെ ഒരു താഴത്തോട് ചെറിയൊരു ബോഡി ലൈനും കാര്യങ്ങളും അത് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ നമ്മളെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് കേട്ടോ. അടുത്തായി നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ആണ്. അത് നമുക്ക് താക്കോലെ തന്നെ ഓൺ ആക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ബട്ടണും വരുന്നുണ്ട് ഓൺ ആക്കാൻ വേണ്ടി. ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത്. 416 ബൂട്ട് സ്പേസ് വരുന്നത്. ഒരു ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം കയറാനുള്ള നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ താഴെയാണ് വരുന്നത്. സാറാ സ്റ്റീൽ വീലാണ് വരുന്നത്. പിന്നെ സ്റ്റെപ്പിന് വരുന്നത് കേട്ടോ 14. ഫ്രണ്ട് ഡോറിലോട്ട് വരുമ്പോൾ നമുക്ക് മിററിൻ്റെ സ്വിച്ച് കാണാം, അൺലോക്കിൻ്റെ സ്വിച്ച് കാണാം, 4 പവർ വിൻഡോയുടെ സ്വിച്ച് കാണാം. അതുപോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് വൺ ടച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ഡോറിൻ്റെ ഗ്ലാസ് വരുന്നത് ആൻറ്റി പിഞ്ചാണ് വരുന്നത്. അത് വലിയൊരു കാര്യം കേട്ടോ. കാരണം നമ്മളെ കുട്ടികളോ വല്ലതും കയ്യോ വല്ലതും ഇങ്ങനെ വെച്ച് നമ്മൾ പൊക്കുവാണ്, നമ്മൾ അറിയാതെ പോവുകയാണെങ്കിൽ കൈയൊക്കെ അകത്ത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് കൈ സ്റ്റക്ക് ആവത്തൊന്നുമില്ല. നല്ലൊരു സുരക്ഷിതത അത് കുട്ടികൾക്കും കാര്യങ്ങളും എല്ലാം നൽകുന്നത്. അത് വലിയൊരു നല്ല കാര്യമാണ്. പിന്നെ ഡോറ് വരുന്നത് 2 കളറിലാണ് വരുന്നത്. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും 2 കളറിലാണ് ഡോറ് വന്നേക്കുന്നത്. ഡോറ് വരുന്നത് ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും 2 കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് പ്ലേസും കാണാം. പിന്നെ താഴെ ഒരു കുപ്പി വെക്കാനുള്ള അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് പ്ലേസും കൂടെ കാണാം. അതുപോലെ തന്നെ ഒരു നമ്മൾ തുറക്കുന്ന ഇതിലൊക്കെ ഒരു ക്രോം കളർ വരുന്നുണ്ട്. അത് നന്നായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. ഇനി വണ്ടിയുടെ അകത്തെ വിശേഷത്തിലോട്ട് പോകാം. അതുപോലെ നമ്മളെ ഫ്രണ്ട് സീറ്റ് വരുന്ന ഹൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം കേട്ടോ. നമുക്ക് നമ്മളായ രീതിയിൽ ഹൈറ്റും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാനുവലി കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമുക്ക് സ്റ്റിയറിംഗ് വീലിലോട്ട് വരാം. അടുത്ത ഏറ്റവും എടുത്ത് പറയേണ്ട വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലാണ്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ അതിൽ ഓളിംഗ് കൺട്രോൾ, ക്രൂസ് കൺട്രോൾ, പാളി ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല മനോഹരമായിട്ടാണ് സംഭവങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. നടുക്ക് ഹോണ്ടയുടെ ഒരു എംബ്ലം കാണാം. അതുപോലെ തന്നെ വണ്ടിയുടെ അകത്തെ ഇൻറ്റീരിയൽ വരുന്ന ഇതാണ് കേട്ടോ. ഇൻറ്റീരിയൽ നല്ല മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു പുതിയതായിട്ട് വന്നേക്കുന്നത് ഈ നേരെ ലൈന്, അതൊരു ചെറിയ ഡിസൈൻ എലമെൻ്റ് ഒക്കെ ആണ്. അത് നല്ല മനോഹരമായിട്ട് വണ്ടിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും 2 കളറിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ തന്നെ ക്രോം ലൈനും കാണാം. അതും വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ AC യെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം പക്ക സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ACയുടെ ഒരു പ്രയോജനം വെച്ചാൽ നമ്മൾ യാത്രാക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ നല്ല കുറവായിരിക്കും. കാരണം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരേ ക്ലൈമറ്റ് ആയിരിക്കും വണ്ടിക്കകത്ത്. പിന്നെ താഴത്തോട്ട് വരുമ്പോൾ 2 ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കാണാം. 3 കാണാം കേട്ടോ. പിന്നെ ഒരു ഇതും വയർലെസ് ചാർജും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഗിയർ വരുന്നത്. 5 സ്പീഡാണ്, 5 ഗിയറാണ് നമ്മൾ ഗിയർ വരുന്നത്. പിന്നെ സൈഡിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ആണ്. ഇതാണ് ഫ്രണ്ടിലത്തെ മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വണ്ടിയിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് കേട്ടോ വന്നേക്കുന്നത്. അടുത്ത ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഹോണ്ട അമേസയിൽ നമുക്ക് എയർ ഫ്യൂരിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നല്ല വായുവും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്വസിക്കാം. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത കേട്ടോ ഹോണ്ടയുടെ വണ്ടിയുടെ. അതുപോലെ നമ്മളെ മണ്ടയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല വലിയൊരു ലാഭമാണ് കേട്ടോ. നല്ല ഉപകാരപ്രദമായിട്ട് അതും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് നമ്മളെ വണ്ടിയുടെ സിസ്റ്റാണ്. അത് വരുന്നത് 8 ഇഞ്ച് സിസ്റ്റാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഓൾറെഡി ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം മോശം വേണ്ട കാര്യങ്ങളെല്ലാം ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. അത് വലിയൊരു കാര്യം. കാരണം റിവേഴ്സ് ക്യാമറ, സൈഡ് അതെല്ലാം നമുക്ക് ഇതിൽ തന്നെ അറിയാൻ പറ്റും. ടേൺ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് അകത്ത് സൈഡ് ക്യാമറ കിട്ടും.
അതൊക്കെ എന്താ പറയുക നല്ല ഇമ്പ്രൂവ് ആയെന്ന് തന്നെ പറയാം. പിന്നെ ഇതാണ് നമ്മളെ മീറ്റർ ക്ലസ്റ്റർ വരുന്നത്. മീറ്റർ ക്ലസ്റ്റർ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഫുൾ അറിയാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിലെ വിശേഷത്തിലോട്ട് വരാം. അതായത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നല്ലൊരു തൈ സപ്പോർട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. അത്യാവശ്യം നല്ല ഇടയും കാര്യങ്ങളുണ്ട്. അതുപോലെ ബാക്കിലോട്ട് 2 AC വെന്റ് വരുന്നുണ്ട്. പിന്നെ അതേ തന്നെ ഒരു ചാർജിങ് ഹോൾഡറും വരുന്നുണ്ട്. പിന്നെ തംബ്രസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. തംബ്രസ്റ്റ് തന്നെ 2 ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബാക്കിലെ വിശേഷങ്ങൾ. പിന്നെ ബാക്കിൽ നമുക്ക് 3 സീറ്റാണ് വരുന്നത്. 3 സീറ്റിലേക്കും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നോർമല ഫിക്സഡ് ആയിട്ട് തന്നെ വരുന്നത്. എന്നാലും നമുക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മയമുള്ള സീറ്റാണ്. നമുക്ക് യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കുറവും വരത്തില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഓക്കെയാണ്. പിന്നെ ഈ വണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വലിയ ടണൽ നല്ല ചെറിയൊരു ഇതേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് പുറകെ ഇരിക്കാൻ കേട്ടോ. നല്ല ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തായി നമ്മൾ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ പറയാൻ പോകുന്നത്. എനിക്ക് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നേരത്തെ വണ്ടിയേക്കാളും നല്ല പവറും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ വണ്ടി 5 പേരെ വെച്ച് ഓടിച്ചു നോക്കിയായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പുത്തൻ വണ്ടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ 5 പേരെ വെച്ച് തന്നെ വണ്ടി ഓടിച്ചു നോക്കണം. അന്നേരം നമുക്ക് യഥാർത്ഥ പവറും കാര്യങ്ങളും അറിയാൻ പറ്റും. കാരണം 2 പേരൊക്കെയാണ് നമുക്ക് വണ്ടിക്ക് പവർ ഉള്ള പോലെ തോന്നും. പക്ഷേ കറക്റ്റ് ലോഡ് വരുമ്പോഴാണ് വണ്ടിയുടെ യഥാർത്ഥ പവറും കാര്യങ്ങളും മനസ്സിലാവുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന വണ്ടിയുടെ സസ്പെൻഷനാണ് കേട്ടോ. നല്ല അടിപൊളി സസ്പെൻഷനാണ്. കാരണം ഒരു മോശം റോഡ് ഇച്ചിരി മുമ്പ് നന്നായി ഇറങ്ങി വന്നായിരുന്നു. കാരണം മോശം റോഡ് പോകുമ്പോഴും നമുക്ക് അകത്ത് നല്ല എന്താ പറയുക വലിയ കുലുക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു യാത്രാസുഖവും കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞാൽ എന്നാ പറയുക, നല്ല സസ്പെൻഷനാണ് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബോണറ്റ് നമുക്ക് ഒന്നാമതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ലേഡീസിനാണെങ്കിൽ പോലും നമുക്ക് ഈ വണ്ടി എടുക്കാൻ നമുക്ക് ധൈര്യത്തോടെ വരാം. കാരണം അവർക്കാണെങ്കിൽ എല്ലാം കണ്ടുപിടിക്കണം ഉള്ളവരാണല്ലോ. അവർക്കാണെങ്കിൽ ഈ വണ്ടി നന്നായിട്ട് പറ്റും. പിന്നെ വേറെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചിട്ട് വേറെ ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ വണ്ടി നല്ല സോൾഡ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. നല്ല വെയിറ്റും കാര്യങ്ങളും വണ്ടി ഓടിക്കാൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അത്ര സുരക്ഷിതത്വം ഉണ്ടെന്ന് അതിന്റെ മീനിങ്. പിന്നെ അതിൻ്റെ അകത്ത് വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വണ്ടി സ്റ്റിയറിംഗ് കേട്ടോ. നല്ല കൺട്രോളിങ് വണ്ടി ഓടിക്കാൻ. നല്ല ലോങ് ഒക്കെ ഓടിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു മെയിൻ വിഷയം എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്ന വണ്ടിയുടെ മൈലേജ് വിഷയമാണ്. ഈ പ്രാവശ്യം അത് കമ്പനിയുടെ ഭാഗത്ത് അത്യാവശ്യം ഓക്കെ ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഓട്ടോമാറ്റിക്കലൊക്കെ പറയുന്നത് 19.46 കമ്പനി പറയുന്ന മൈലേജ്. അതുപോലെ തന്നെ നമുക്ക് മാനുവലേ പറയുന്നത് 18.6. അത് കുഴപ്പമില്ല, നല്ലൊരു മൈലേജ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ 4 സിലിണ്ടർ എഞ്ചിനല്ല വണ്ടി വരുന്നതെന്നും കൂടെ ഓർക്കണം. അത്യാവശ്യം പവറും കാര്യങ്ങളും ഉണ്ട് താനും. എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് അത്യാവശ്യം മോശം റോട്ടിൽ കൂടെ പോകുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് അകത്തൊരു കുലുക്കോ കേസൊന്നും അധികം വരുന്നില്ല. കാരണം തന്നെ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ കൂടുതൽ ഡീറ്റെയിലോ ഉണ്ടെങ്കിൽ ഞാൻ ഷോറൂമേ നമ്പറും കാര്യങ്ങളും മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മളെ വീഡിയോ ചാനൽ ഫോളോ ചെയ്യാത്തവരാണ് ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. പിന്നെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം.